ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് ചിന്തിക്കാം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്നുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, പേഴ്സണാലിറ്റി ഡിസോർഡറും മാനസിക രോഗവും രണ്ടാണ്. മാനസിക രോഗം, മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് മെന്റൽ ഇൽനെസ്. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം എന്നത് ഒരാളുടെ ചിന്ത, വികാരം, പെരുമാറ്റം, മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന രീതി എന്നിവയിൽ ദീർഘകാലമായി, ചെറിയ കുറച്ച് ദിവസത്തെ കാര്യമല്ല, ദീർഘകാലമായി കാണുന്ന അസ്വാഭാവിക പാറ്റേൺ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡറിനെ 3 ക്ലസ്റ്ററുകളായി തിരിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ എ, ബി ആൻഡ് സി. ക്ലസ്റ്റർ എ എന്ന് പറഞ്ഞാൽ വിചിത്ര സ്വഭാവമുള്ളവരുടെ ഒരു പാറ്റേൺ ആണ്. അതിലൊന്നാമതായി വരുന്നത് പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എല്ലാവരെയും സംശയത്തോടെ കാണുന്ന ഒരു പ്രകൃതം ഉള്ളവരായിരിക്കും. മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ വഞ്ചിക്കുക എന്നുള്ള തോന്നൽ, ഒരു തമാശ പറഞ്ഞാൽ പോലും അത് നമ്മൾ അപമാനിക്കാൻ വേണ്ടിയാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും കാണും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ട്രസ്റ്റോ മറ്റുള്ളവരുമായിട്ടൊരു കണക്ടിവിറ്റിയോ കാണത്തില്ല. അമിതമായ സംശയമായിരിക്കും. മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള കഴിവ് കാണത്തില്ല. തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നതാണ് പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. രണ്ടാമതായി വരുന്നത് സ്കീസോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെയുള്ളവർ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ കാണത്തില്ല. മറ്റുള്ളവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. എപ്പോഴും സോഷ്യലി ഐസൊലേറ്റഡ് ആയിരിക്കും. ഒരു ഈവൻ ഫാമിലി ഗ്യാതറിങ്ങിലോ ഒരു ഫ്രണ്ട് സർക്കിളിലോ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുള്ളതായിരിക്കത്തില്ല സ്കീസോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. മൂന്നാമതായി സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് വ്യത്യസ്തമായ ചിന്തകളും വിശ്വാസങ്ങളും ഉള്ളവരാണ്. നമുക്കെന്തോ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നുള്ള ചിന്താഗതി, പിന്നെ ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. അവരുടെ ഡ്രസ് കോഡെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. ഓഡ് ഡ്രസ്സിംഗ് പാറ്റേൺ ആയിരിക്കും. മാജിക്കൽ തിങ്കിങ് ഒക്കെ ആയിരിക്കും. ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ആയിരിക്കും സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. നമുക്ക് നോക്കാം ക്ലസ്റ്റർ ബിയിൽ എന്താണ് വരുന്നതെന്ന്. ക്ലസ്റ്റർ ബിയിൽ മെയിനായിട്ട് വരുന്നത് അമിത വികാരമായ സ്വഭാവമുള്ളവരാണ് ക്ലസ്റ്റർ ബി വരുന്നത്. അതിൽ ഒന്നാമതായി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. വികാരങ്ങൾ വളരെ വേഗത്തിൽ മാറുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളോട് ഇന്ന് വളരെ ഹാപ്പിയായി വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാർ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഡിഫറൻസ് വന്ന് ആ സ്നേഹം കാണത്തില്ല, വെറുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കാണത്തില്ല. അവരുടെ മൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മൂഡ് സ്വിങ്സ് ആയിരിക്കും. ഇങ്ങനെയുള്ളത് വരുന്നതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അടുത്ത് വരുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. സ്വയം വളരെ വലിയ ഒരാളാണെന്ന് കരുതുക. എപ്പോഴും അറ്റൻഷൻ സീക്കിങ്ങും സ്വയമേ അഡ്മിറേഷനും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ. എപ്പോഴും താനാണ് മികച്ച ആള്. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസ ആവശ്യമാണ്. തന്നെ കഴിഞ്ഞ് മറ്റു ആൾക്കാരുള്ളൂ, തനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ. ഇവർക്ക് ഒരിക്കലും ക്രിറ്റിസിസം സഹിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല. ഇവർക്ക് ഉയർന്ന ഈഗോ പാറ്റേൺ ആയിരിക്കും. ഇവർക്ക് എമ്പതി ഒരിക്കലും കാണത്തില്ല. മറ്റുള്ളവരെ എപ്പോഴും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുള്ള ചിന്തയുള്ളവരായിരിക്കും. അടുത്തതായി വരുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെയുള്ളത് മറ്റുള്ളവരുടെ അവകാശങ്ങളെയോ അതുപോലെ തന്നെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നിയമങ്ങളെ ഒന്നും മാനിക്കാൻ പറ്റുന്ന സ്വഭാവമുള്ളവരായിരിക്കത്തില്ല. ഇവരെപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും. ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാന്നുള്ള ചിന്ത, ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും. ഇവരുടെ ഒരു സ്വഭാവ രീതി എപ്പോഴും അഗ്രസീവ് ബിഹേവിയർ ഉള്ളവരായിരിക്കും. ഒരു ഉത്തരവാദിത്തം, ഇറസ്പോൺസിബിൾ ആയിരിക്കും ഇങ്ങനെയുള്ളവർ. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാനിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല ഇങ്ങനെയുള്ളവർ. അടുത്തതായിട്ട് വരുന്നത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. എപ്പോഴും അറ്റൻഷൻ ആവശ്യമുള്ളവരാണ്. എപ്പോഴും അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇവർക്ക് നമ്മളിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടി എന്ത് രീതി അവർ പ്രയോഗിക്കും. ഒരു ഓവർ ഇമോഷണൽ ബിഹേവിയർ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്താലും എൻ്റെ അപ്രൂവൽ വേണം, എല്ലാവരും എന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്നൊരു ചിന്താഗതിക്കാരായിരിക്കും ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. അടുത്ത ക്ലസ്റ്റർ സി. ക്ലസ്റ്റർ സി എന്ന് പറയുമ്പോൾ ഭയവും ആങ്സൈറ്റിയും കൂടുതലുള്ള പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരു പാറ്റേൺ ആണ്. അതിലാദ്യമായിട്ട് വരുന്നത് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. മറ്റുള്ളവർ നമ്മളെ റിജക്ട് ചെയ്യുക എന്നുള്ള ഭയം കാരണം ആളുകളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രകൃതമുള്ളവരാണ്. ഉദാഹരണം പറഞ്ഞാൽ, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ സോഷ്യൽ ഇന്ററാക്ഷനിൽ നിന്ന് മാറി നിൽക്കുന്നു. മറ്റുള്ളവർ എന്നെ താല്പര്യമില്ലെന്ന് കരുതിക്കൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് പോകത്തില്ല. ആൾക്കാരുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള താല്പര്യം കാണത്തില്ല. ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവർ. സോഷ്യൽ ഫിയർ കാണും. ക്രിറ്റിസിസം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ വരുന്നവരാണ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ.
സോ അടുത്തായിട്ട് വരുന്ന ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ചെറിയ തീരുമാനങ്ങൾ പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ, മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അവരുടെ ഡിപ്പെൻഡൻസി കൊണ്ടാണ് മുന്നോട്ട് തീരുമാനങ്ങൾക്കൊക്കെ ഒരു കറക്ഷൻ വരുന്നത്. എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കത്തില്ല. എക്സസീവ് ഡിപ്പെൻഡൻസി ആയിരിക്കും ഇവർക്ക് മറ്റുള്ളവരോടൊക്കെ ഉള്ളത്. സോ അടുത്തതായിട്ട് വരുന്ന ഡിസോർഡറാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ അമിതമായ പെർഫെക്ഷനിസവും കൺട്രോളും ഉള്ളവരായിരിക്കും ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ വരുന്നത്. ചെറിയ മിസ്റ്റേക്ക് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരു സോഫ സെറ്റിയുടെ കുഷൻ അല്പം ഒന്ന് മാറിക്കിടന്നാൽ അതൊക്കെ അപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ലോങ് ടൈമിൽ പറയുന്നതാണ്, കുറച്ച് ഇതുകൊണ്ട് പറയുന്നതല്ല. അതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വരെയും ഭയങ്കര ഒരു പെർഫെക്ഷനിസം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് റുട്ടീൻസ് ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. ഒരു കൺട്രോൾ ബിഹേവിയർ ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്നത്. സോ അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സ്റ്റേജിൽ നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണി തൊട്ടേ നമുക്ക് ടെൻഷൻ ആയിരിക്കും. സോ ഇതെങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് ചെയ്ത ഒരു പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ള ചിന്താഗതി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ സോ ഒരു ഇമെയിൽ അയക്കുമ്പോൾ ആ ഇമെയിലിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് 10-15 പ്രാവശ്യം വീണ്ടും ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. സോ എപ്പോഴും അമിത പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. സോ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറും OCD എന്ന പേരുള്ള ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ രണ്ടാണ്. OCD എന്ന് പറഞ്ഞാൽ ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ. സോ അൺവാന്റഡ് തോട്ട്സും റിപ്പറ്റേറ്റീവ് ആക്ഷൻസും വരുന്നതാണ് OCD. ഇത് രണ്ടാണ്. ഓക്കെ. സോ ലാസ്റ്റ് ആയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഒരിക്കലും മോശമുള്ള ആൾക്കാരല്ല. ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഇങ്ങനെയുള്ളതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നും ട്രോമയിൽ നിന്നും എൻവയോൺമെന്റലും ജനറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആയിരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ നമുക്ക് തെറാപ്പി കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും സപ്പോർട്ട് കൊണ്ടും അതുപോലെ ഇമോഷണൽ അവയർനെസ് കൊണ്ടൊക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ പേഴ്സണാലിറ്റി ഡിസോർഡർ. താങ്ക് യു.